അവൾക്ക് എക്സാം പാസ്സാവാൻ കഴിയുമായിരുന്നു. ഈ കഴിയുമായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ഇതിന് കുഡ് ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെന്റൻസ് എങ്ങനെ പറയാം? ഷീ കുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം എന്ന് പറയാം. ഷീ കുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം എന്ന് പറയാം. നമ്മൾ കുഡ് ഹാവ് സെന്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ വെർബിന്റെ തേർഡ് ഫോം ആണ് അതിൻ്റെ കൂടി യൂസ് ചെയ്യുക. ഇവിടെ എക്സാം പാസ്സാവാൻ കഴിയുമായിരുന്നു എന്നുള്ളതിനാണ് കുഡ് ഹാവ് പാസ്ഡ് ദ എക്സാം എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കി, എനിക്ക് നേരത്തെ വരാൻ കഴിയുമായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ പറയാം? ഐ കുഡ് ഹാവ് കം earlier. I could have come earlier. നേരത്തെ വരാൻ കഴിയുമായിരുന്നു. Could have come earlier. ഇനി അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു. എങ്ങനെ പറയാത്? They could have helped us. ഞങ്ങളെ എന്നുള്ളതിനാണ് us നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സഹായിക്കാൻ കഴിയുമായിരുന്നു. Could have ഹെൽപ്പ് അവിടെ കൊടുത്തു. ഇനി നിനക്ക് സഹായം ചോദിക്കാൻ കഴിയുമായിരുന്നു. അതെങ്ങനെ നമ്മൾ പറയാ? യു കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. സഹായം ചോദിക്കാൻ കഴിയുമായിരുന്നു. കുഡ് ഹാവ് ആസ്ക്ഡ് ഫോർ ഹെൽപ്പ്. സോ ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.